സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി എബേൽ അഗസ്റ്റിനെതിരെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസാണ് രജിസ്റ്റർ ചെയ്തത്. അഞ്ജു ചേരുന്നു. അഞ്ജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഈ ഏബൽ എന്ന് പറയുന്ന 3ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിക്കെതിരെ ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ തുടർ നടപടി ഇയാളെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ മോർഫ് ചെയ്ത ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനായിരുന്നു കേസെടുത്തത്. അതിന് പിന്നാലെ നിരവധി വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിദ്യാർത്ഥികളുടെ പരാതി രേഖപ്പെടുത്താനോ അവരുടെ മൊഴി എടുക്കാനോ ഉള്ള ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉണ്ടാവുകയും വിദ്യാർത്ഥികളുടെ മൊഴി എടുക്കണം, എന്നാൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിലെത്തി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു സംഘർഷ സാധ്യത അടക്കം നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 2 കേസുകൾ മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ മൊഴിയും ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇന്നലെ 7 കുട്ടികളായിരുന്നു ഈ ഏബലിനെതിരെ ചിത്രം മോർഫ് ചെയ്തു എന്ന പരാതിയിന്മേൽ ഏബലിനെതിരെ മൊഴി നൽകാനും പരാതി നൽകാനും എത്തിയത്. എന്നാൽ പുതിയ FIR ഇടില്ല എന്നൊരു കാര്യമാണ് പോലീസിൽ നിന്ന് അറിയിച്ചത്. നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരു FIRൽ തന്നെ ഇവരുടെ പരാതി കൂട്ടിച്ചേർക്കാം എന്നുള്ളൊരു വാദമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ വിദ്യാർത്ഥികൾ അതിൽ തയ്യാറായില്ല. പുതിയ FIR ഇട്ട് മൊഴിയെടുത്ത് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. അത് പ്രകാരമായിരുന്നു അവരുടെ പ്രതിഷേധിച്ചത്. ഇത് പോലീസ് അനുവദിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധമടക്കം സംഭവിച്ചത്. എന്തായാലും ഇന്ന് വിദ്യാർത്ഥികളുടെ 2 പരാതികളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഏബൽ പുറത്ത് തന്നെയാണ്. ഒരു കേസിന്മേൽ ഏബലിന് കോടതി ഇന്നലെ തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു. നിലവിൽ ഏബൽ പുറത്തുണ്ട്. ഷമ്മി, അഞ്ജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.